കണ്ണുകൾ തുറക്കാൻ കൃപ നൽകിയല്ലോ. കാഴ്ച പോകാതെ നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരം കുഴഞ്ഞു പോകാതെ നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ബീപ്പെന്നുള്ളതായ ശബ്ദം നിലച്ചു പോകാതെ ഒരു സന്ധി കൂടെ സ്വർഗത്തിന്റെ ദൈവം പരിപാലിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ഉള്ളം നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് ആ നന്ദിയുടെ പ്രകടനം നമ്മളിലുണ്ടാകുന്നത്. സ്വതന്ത്രത്തിന് വലിയ പവറാണ്. അതൊക്കെ രുചിച്ചറിയണം. ഞാനൊരു പഴയ ഓർത്തഡോക്സ് പെന്തിക്കോസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. മരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും അത് വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് പ്രാപിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ നിലയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. മെഡിക്കൽ സയൻസിന് എതിരല്ല ഞാൻ അന്നും ഇന്നും. അപ്പോൾ എൻ്റെ വീട്ടില് ഒരു തെറാപ്പിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തെറാപ്പിയുടെ പേര് സ്വോത്ര തെറാപ്പി എന്നാണ്. എൻ്റെ ഫാദർ മരിക്കുമ്പോൾ 80 വയസ്സായിരുന്നു. അപ്പോൾ സഹോദരിമാരൊക്കെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള സഹോദരിമാരൊക്കെ വരുമ്പോഴൊക്കെ അവർ ഈ 1 ടച്ച് ഈ മെഷീനുമായിട്ടൊക്കെയാണ് വരുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാത്ത ആളാണ്. വളരെ നിർബന്ധിച്ച് അതൊന്ന് നോക്കുമ്പം ഇങ്ങനെ സ്ക്രീനെ ഓടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 450 400 450 എന്നാ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. 78-ാമത്തെ വയസ്സിൽ ആമേൻ ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ശബ്ദം പുറത്തു വരുന്നില്ല, കരങ്ങൾ ഉയർന്നു വരുന്നില്ല. എൻ്റെ ബ്ലസ്സിൻ്റെയൊക്കെ ഞങ്ങളുടെ ഒരു കസിനുണ്ട്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് MD ഡോക്ടറാണ്. അലൈനിൽ UAE-യിലുള്ള അലൈനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാണ്. പെട്ടെന്ന് അവൈലബിള് ഡോക്ടർ ബിനോയ് ആയിരുന്നു എൻ്റെ സഹോദരന്. ഞാൻ ഡോക്ടറെ വിളിച്ച് ബിനോയോട് ചോദിച്ചു, ബിനോയ് ഇങ്ങനെ പെട്ടെന്നൊരു കാര്യമുണ്ട്. പുള്ളി കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇതൊരു ഫേഷ്യൽ പാൽസിയാണ്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ മുഴുവനായിട്ട് ഒരു വശം തളരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ, ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ അമ്മയൊന്നും ജീവിച്ചിരുന്നില്ല, ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് അവരുടെ പ്രമാണത്തെ ഒന്നും ഖനിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനൊരു വാക്ക് പോലും പറഞ്ഞില്ല. അമ്മേൻ 24 മണിക്കൂറാണ് മാക്സിമം ടൈം പറഞ്ഞത്. അറിയാം, ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എത്രയും നേരത്തെ അതിനുള്ള ഒരു ഇഞ്ചക്ഷനോ കാര്യങ്ങളോ എടുത്താൽ അതിന്റെ തീവ്രത കുറയുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ദൈവമക്കളെ, ഞാൻ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ടിരുന്നത് ഒരായുസ് മുഴുവൻ ദൈവത്തെ ഉയർത്തിയ നാവായ പിതാവിൻ്റെത്. അത് ലോകത്തിൽ യാത്ര മരിക്കുന്നതിനെ കൊണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ ശബ്ദം നിലച്ചവനായി, ശബ്ദം നല്ലതായി പുറത്തു വരാത്തവനായി ഈ ലോകത്തോട് യാത്ര പറയുന്നത് ഒരു ഭാരമുള്ള കാര്യമാണ്. പിറ്റത്തെ ഞായറാഴ്ച സഭായോഗം നടത്തി. പിന്നെ 2 വർഷത്തിൽ ഒരു മഹീന്ദ്ര ജീപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന ജീപ്പ് ഓടിക്കുമായിരുന്നു. ഇന്നത്തെ ആഴ്ച ഒരു ചർച്ചിന്റെ ഡെഡിക്കേഷന് പോയി ശുശ്രൂഷിച്ചു. പിന്നീട് 2 വർഷങ്ങൾ അതിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ പോലും കാണാതെ കർത്താവ് പരിപാലിച്ചു. ഞങ്ങളൊക്കെ സഹകാരം ചോദിച്ചു, എന്തോ അതിന്റെ രഹസ്യം? ഒറ്റ രഹസ്യമുള്ളൂ, സ്വോത്ര തെറാപ്പി. ഉള്ളത്തിൽ കിടന്നുകൊണ്ട് സ്വോത്രം ഒന്ന് പറഞ്ഞു നോക്കിയാൽ അതിന്റെ പവർ ഭയങ്കര. ആവർത്തിക്കുന്ന വചനത്തിലെ വാക്യമാണല്ലോ എല്ലാറ്റിനു വേണ്ടി. സ്വോത്രം ചെയ്തോണം, എപ്പോഴും സ്വോത്രം ചെയ്തോണം. എനിക്ക് തോന്നുന്നത് ഈ താങ്ക്സ് ഗിവിംഗ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ പവർഫുൾ ആണ് തോന്നുന്നു സ്വോത്രം.
ഈ സാഹിബിന്റെ ഈ ഭാഷയിൽ നിന്ന് നമ്മുടെ മലയാളത്തിലോട്ട് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തപ്പോൾ ഒരടിപൊളി വാക്കാണ് അവരുപയോഗിച്ചത്. സ്വത്രം. ഭയങ്കര പവറാണ്. നമ്മുടെ മക്കളെ ഉപയോഗിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവരുടെ ഉള്ളിനകത്തോട്ട് കയറുന്ന ഈ സ്തോത്രത്തിനകത്ത് ഭയങ്കര പവർ ഉണ്ടെന്ന്. ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് സ്തോത്രം ചെയ്തു തുടങ്ങി. ഇന്ന് സന്ധ്യയിൽ ആരും കൊണ്ടുവരാതെ തനിയെ വന്നല്ലോ. ഈ കരം ആരും ഉയർത്താൻ ഇടയാകാതെ രണ്ട് കരം ഉയർത്താൻ കൃപ തന്നല്ലോ. അതരം ഉയർത്താൻ കൃപ തന്നല്ലോ. ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് അത് കേൾക്കുമ്പോ തന്നെ ഒരു 5-6 സ്തോത്രം അങ്ങ് പറയണം. ഈ ലേഖനത്തിൽ തന്നെ ഒരു വാക്യമാണ് ഇവിടുള്ള ദൈവമക്കൾക്ക് അതറിയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ദൈവമക്കൾക്കറിയാം അത് ഫിസിക്കൽ ഡെത്ത് അല്ല. ആമേൻ. ഇന്ന് രാത്രി മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹമാണ് ബഹറിലെ ഏറ്റവും വലിയ ആള്. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് സംഭവിക്കും. ഒരു ചലനവും ഉണ്ടാകത്തില്ല. He was dead to emotions. Amen. He is dead to wisdom. സകലത്തിലും ആമേൻ അവർ ചത്തു കിടക്കുന്നവരാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ തന്റെ പുത്രൻ മുഖാന്തരം നമ്മളെ അതിനകത്തൊന്ന് പോക്കിയെടുത്ത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്തൊരു ട്രാൻസ്ലേഷനാണ്, എന്തൊരു വ്യത്യാസമാണ്. കുഴിക്കകത്തൊന്ന് പൊക്കിയെടുത്ത് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. പൗലോസ് പറയുന്ന ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്ന് ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയ ദൈവത്തിന് ഓരോ മിനിറ്റിലും അത് ഉള്ളത്തെ സ്പർശിക്കണം. എന്തൊരു റെസ്ക്യൂ മിഷൻ. ഉക്രൈൻ യുദ്ധകാലത്ത് ഞങ്ങളുടെ ഒരു പാസ്റ്റർ മകള് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പെൺമണി ക്രൂസ് അതൊക്കെ നടത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദർശനങ്ങളുടെ 300 വിശ്വാസികളുടെ ഞങ്ങളുടെ ദേശത്തെ ഒരു സഭയാണ്. അദ്ദേഹം ക്യാൻസറിന്റെ 25-ാം വയസ്സിൽ സൗഖ്യമായി. ആ സഭയിലെ 4 വിശ്വാസികൾ ക്യാൻസർ സൗഖ്യമായവരാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവദർശനം. മോളെ ഉക്രൈൻ പഠിക്കാൻ വിടുമ്പോൾ പ്രാർത്ഥിച്ചു കുഞ്ഞിനെ അയച്ചു. ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഫ്ലൈറ്റുകൾ വന്നു. ഒരുപാട് പേര് അവിടെ ഇവിടെ വന്നു. ഞാൻ പാസ്റ്ററോട് വിളിച്ചു ചോദിക്കും, പാസ്റ്റർ സൈമൻ ആമേൻ മോൾ വന്നു ഇല്ല. ഇത് പറയുമ്പോൾ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അവനവന്റെ മൂക്ക് വരുമ്പോഴാണ് അറിയാവുന്നത്. ഉക്രൈനിലെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. കുഞ്ഞ് എവിടാന്ന് പോലും പല ദിവസവും ടെലിഫോണിൽ കിട്ടാൻ ഇടയായിട്ടില്ല. ഒടിവിനോട് വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ ഫ്ലൈറ്റ് ഡൽഹിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അത് ഏകദേശം അവസാനത്തെ എയർഇന്ത്യയുടെ ഫ്ലൈറ്റിൽ വരുന്ന സമയമാണ്. അത് പറയുമ്പോഴുള്ള ആ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ടെലിഫോണിൽ കൂടെ തിരിച്ചറിയും. അതിനേക്കാൾ എത്രയോ വലിയ റെസ്ക്യൂ ആണ്. ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപമായ പുത്രന്റെ രാജ്യത്തിലാക്കിയ ദൈവത്തിന് ഒത്തിരി സ്വതന്ത്രമായി. ഞാൻ തിരുവനന്തപുരത്ത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ഞങ്ങളുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന് പാലായിൽ നിന്ന് കണ്ണൂര് പോയി അവിടെ സ്ഥിര താമസമാക്കിയ ഒരു സെറ്റിൽഡ് ഫാമിലിയാണ്. മൈഗ്രേഷനുള്ള ഒരു ഫാമിലിയാണ്. അദ്ദേഹം കേരള ഗവൺമെന്റിലെ വളരെ ഉന്നതമായ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവത്തിന്റെ മകനാണ്. ആ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകന് ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, സ്നാനപ്പെട്ടു. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ പാസ്റ്റർ കൂടെയാണ് അദ്ദേഹം. വളരെ കേരള ഗവൺമെന്റിലെ ഏറ്റവും മിടുക്കരായ 10 ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായിരുന്നവരിൽ അദ്ദേഹം
വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ചിരുന്നയാളാണ്. വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്തയാളാണ്. അദ്ദേഹം ഒരു ദിവസത്തിനോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇരുട്ടിന്റെ അധികാരത്തിന്റെ ആഴം എന്താണ്. അദ്ദേഹത്തിന്റെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ആ ലോകത്തിൽ നിന്ന് തന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് ഈ സെക്കൻഡ് ജനറേഷൻ പെന്തിക്കോസുകാർക്കും തേർഡ് ജനറേഷൻ പെന്തിക്കോസുകാർക്കും അതിന്റെ ആഴം അറിയത്തില്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടിവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയ ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമ്മുടെ ആ ഒറ്റക്കരമോ രണ്ടു കരമോ ഉയർത്തിപ്പിടിച്ച് രണ്ടു ഇത് നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിലൊന്നും ആരാധിക്കാൻ കഴിയുന്നത് ആത്മമണ്ഡലത്തിലൊന്നും ആരാധിച്ചാൽ അന്യഭാഷകളിലൊന്നും ആരാധിച്ചാൽ ഇന്നുവരെ അഭിഷേകത്താൽ നിറയപ്പെടാത്തവരുണ്ടെങ്കിൽ അന്യഭാഷകളിലൊന്നും ആരാധിച്ചു. സഭയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട സെന്റ് പാസ്റ്റർ ചാനൽ, സഭയുടെ എൽഡേഴ്സ്, സഹോദരി സഹോദരന്മാര്, PTA ആണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിൽ നിന്ന് പ്രാപിപ്പാനുള്ള ഒത്തിരി കൊടിയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട് ഹല്ലേലൂയ ആമേൻ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്വത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആകുകയാണ്. സ്വതന്ത്രം 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 എങ്ങനെ പരിശുദ്ധാത്മാവ് വചനത്തെ വിവേചിക്കുന്നു അതിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. ഇന്ന് രാത്രിയിലൊക്കെ അതൊന്നും നമ്മൾ അനുഭവിക്കുന്ന രാത്രിയായിട്ട് മാറുകയാണ്. സ്വതന്ത്രം സ്വതന്ത്രം ഏഴ് ദിവസങ്ങളിലൊക്കെ നമ്മൾ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊക്കെയാണ്. മൂന്നാം അധ്യായം 14 വാക്യം ഒരിക്കലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരികയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും വരുവാൻ കാരണമായ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കസേരയെന്ന് മുട്ടുകുത്തുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, ഹൃദയത്തിനകത്തൊരു മുട്ടുകുത്തണം. യഹോവ മഹാദൈവമല്ലോ, വരുകയും നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന് മുമ്പില് ഒന്ന് മുട്ടുകുത്തി വണങ്ങി ഒന്ന് നമസ്കരിക്കണം. സ്വതന്ത്രം സ്വതന്ത്രം ഈ ആരാധനയുടെ ഒരു ഹയസ്റ്റ് ലെവൽ ഏതാന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ച് സ്വതന്ത്രം സ്വതന്ത്രം ഇരിക്കുന്ന കസേരയിൽ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ടുകളും കാലിന്റെ പ്രയാസങ്ങളും ഒക്കെ തിരിച്ചറിയാൻ എനിക്ക് ബുദ്ധിമുട്ടുന്നുള്ള ആളല്ല. എങ്കിലും ഒരു 10 മിനിറ്റൊക്കെ ഇവിടെ കയ്യിലിരിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ആളാണ്. അതിൽ ഏത് പ്രതലമാണെങ്കിൽ ഇരുത് ദൈവത്തെ മാറ്റപ്പെടുത്താറുണ്ട്. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് കാലഘട്ടങ്ങളിലൊക്കെ, അതായത് പുതിയ നിയമം എഴുതുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരേ പദവിയുള്ളവർ, നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് അത് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഒരേ പദവിയുള്ളവർ, ഷേക്ക് ഫാമിലിയിൽപ്പെട്ടവരോ അല്ലെ ഒരേ ലെവലിലെ ആളുകൾ അവർ തമ്മിൽ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചാലിങ്ങനെ ചെയ്യും. അത് പൊസിഷണലി അവരെ ഒരുപോലുള്ളവരായതുകൊണ്ടാണ്. എന്നാൽ ഇച്ചിലൂടെ കുറഞ്ഞവരാണെങ്കിൽ, അതിനേക്കാൾ ഇച്ചിലൂടെ കുറഞ്ഞവരാണെങ്കിൽ ഈ മുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ കാര്യമില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് കാലഘട്ടങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിൽ മുട്ടൊക്കെ വളച്ചു വെച്ച് ആ ഹയർ അതോറിറ്റിയുടെ കയ്യിൽ യുദ്ധം ചെയ്യും. അത് നമ്മുടെ പള്ളികളിലൊക്കെ ബിഷപ്പന്മാർ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു തേർഡ് ലെവൽ ഓഫ് നമസ്കാരമുണ്ട്. അത് അടിമ യജമാനന് കൊടുക്കുന്നതാണ്. ദാസൻ യജമാനന് കൊടുക്കുന്നത്. ദാസൻ യജമാനന് കൊടുക്കുന്നത് ആലിംഗനം ചെയ്യുന്നതല്ല. ദാസൻ യജമാനെ വന്ദനം ചെയ്യുന്നത് മുട്ടുവളച്ച് കൈമുട്ടിയല്ല. ദാസൻ യജമാനെ കാണുമ്പോൾ സംഭവിക്കുന്നത് അവൻ നിലം വരെ കടന്നാണ്. ആ യജമാനന്റെ കാലയിലോട്ട് ചുംബിച്ചാണ് അവന് വന്ദനങ്ങൾ അറിയിക്കുന്നത്.
പുതിയ നിയമത്തിലെ എഴുത്തുകാരെയൊക്കെ നിങ്ങൾ നോക്കിക്കേ. പൗലോസൊക്കെ പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. കർത്താവിന്റെ അർദ്ധ സഹോദരനായി യാക്കോബ് പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ഞങ്ങളൊക്കെയാണ് റവറന്റൊക്കെ ആയി മാറുന്നത്. യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ഈ ദാസൻ എന്നുള്ള വാക്ക് നമ്മൾ സെർവന്റ് എന്നുള്ള അർത്ഥത്തിലല്ല. സെർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുന്നു. നമ്മളെല്ലാം ഏതെങ്കിലും കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട്. 8 hours ജോബ്. 8 മണിക്കൂർ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അവന് നമ്മളുമായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരുത്തിനെ വിളിച്ചു, 8 മണിക്കൂർ ജോലി ചെയ്ത് അവൻ 500 രൂപ കൊടുത്തു. അല്ലെ കേരളത്തിൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപ കൊടുത്തു. അവനെ വേണമെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളത് ചെയ്യാം. അവനാണ് ദാസൻ എന്ന് പറയുന്നത്. അവൻ വെറും ലേബറാണ്, അവൻ വെറും സെർവന്റാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ദാസൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം അവരെഴുതിയൊരു വാക്ക് ഡ്യൂലോസ് എന്നാണ്. ഡ്യൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്ലേവ് എന്നാണ്, അടിമ എന്നാണ്. അടിമയ്ക്ക് അവന്റേതായ സമയമില്ല, അടിമയ്ക്ക് അവന്റേതായ വീടില്ല, അടിമയ്ക്ക് അവന്റേതായ സ്വത്തില്ല. അടിമയ്ക്ക് അവന്റേതെല്ലാം യജമാനന്റേതാണ്. എന്നെങ്കിലും അവനൊരു ഫ്രീമാൻ ആകുമ്പോൾ അവന് ചിലപ്പോൾ ചില പദവികൾ കിട്ടിയേക്കാം. പക്ഷെ അതുവരെ അവൻ കേവലം ദാസൻ മാത്രമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ആരാധന നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, അവൻ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ കുഞ്ഞാട് ഇറങ്ങി വരുമ്പോൾ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ നെടുകേറ്റു. കാരണം സിംഹാസനത്തെക്കാൾ വലിയവൻ ഇറങ്ങി വന്നിട്ടു. അവരുടെ കിരീടങ്ങളെടുത്ത് താഴെ വെച്ചു. ആ കിരീടങ്ങളെടുത്ത് താഴെ വെച്ച് അവർ നിലം വരെ കുനിഞ്ഞിട്ട് അവരുടെ ഏറ്റവും വലിയ ശബ്ദത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ആർക്കപ്പെട്ട കുഞ്ഞാടേ, നീ മാത്രമാണ് യോഗ്യൻ. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. We are born slaves. We are born servants. ഞങ്ങൾ അടിമകൾ മാത്രമാണ്. അതാണ് ഡിസൈപ്പിൾഷിപ്പ്, അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഒക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. ഇപ്പൊ മിക്കവരൊക്കെ കർത്താവിന്റെ ഒക്കെ മാറി ഞങ്ങളുടെ ദാസൻ. പാസ്റ്റർമാരെ ഞങ്ങളൊക്കെ ചിലർ പറയുന്നതാണ്. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ. ഇപ്പം അത്രയൊന്നും പറയത്തില്ല, കാരണം കുറെ കൂടെ ഇൻസ്റ്റന്റ് യുഗത്തിലാണ്, സ്പീഡ് യുഗത്തിലായതുകൊണ്ട് ദാസൻ എന്നാ പറയുന്നത്. ആമേൻ. ഇതുപോലെയുള്ള ഒരു മനോഭാവത്തോടെ അല്ലല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കിരീടമെല്ലാം താഴെയിട്ട് ആ പാദത്തിൽ വീണ് മുട്ടുകുത്തി നിലംപാട് വീണ് തന്നതെല്ലാം ദാനമാണെന്ന് തിരിച്ചത്, രക്ഷദാനമാണെന്ന് തിരിച്ചത്, മക്കൾ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ്, കുഞ്ഞുങ്ങൾ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുസന്നിധിയോട് സമ്പൂർണമായി വീട് കിടന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പൗലോസ് ദൈവസന്നിധിയിൽ ചെയ്യുന്നത്. സ്വത്രം. ഞാനതിന്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഈ മുട്ടുകുത്തുന്നത് ആരുടെ മുമ്പിലാണ് ശ്രദ്ധിച്ചോ? പിതാവിന്റെ മുമ്പിലാണ്. ഈ പൗലോസിനെപ്പോൾ ഒരാള് ദൈവത്തെ കുറിച്ചുള്ള 3 സ്വർഗം വരെ എടുക്കപ്പെട്ട് കിട്ടിയ വെളിപ്പാട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് നിർബന്ധപൂർവമായി കൽപ്പിച്ച കൽപ്പന കിട്ടിയ ഹയസ്റ്റ് ഹെവൻ, നമുക്ക് ആ കൂടി 3 സ്വർഗം ഇതുവരെ അറിയത്തുള്ളൂ. 4ാമത്തെ ഉണ്ടോ ഇല്ലയൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ വേദപുസ്തക വെളിപ്പാടനുസരിച്ച് 3ാം സ്വർഗം വരെ എടുക്കപ്പെട്ട പൗലോസ് അധിപസ്വർഗം. എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ മേളിൽ കാണത്തില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമുള്ള, ആമേൻ, ഒരിടമെന്ന് പറഞ്ഞാൽ എത്ര മഹത്വമുള്ളതാണ്. സ്വന്തം സമയം കിട്ടുകയാണ്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കണം, ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ, പ്രപഞ്ചത്തിന് വൃത്തം വരയ്ക്കുന്നതിന് മുമ്പേ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പിതാവും പുത്രനും പരിശുദ്ധനുമായി തന്നിൽ
മുന്നിലിരിക്കുന്നതായ ആ സ്വർഗീയ സിനഡിനകത്തുനിന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തിന് വമനം ഹല്ലേലൂയ പറഞ്ഞൊരു കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, ക്രിസ്ത്യൻ റൈറ്റർ. ഇന്ന് നിങ്ങൾക്കത് കിട്ടാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ആമേൻ. ദീർഘവർഷങ്ങള് ബ്രസീലിലൊക്കെ ശുശ്രൂഷ ചെയ്ത മാക്സ് ലുക്കാഡോ എന്ന് പറഞ്ഞ നമ്മളൊക്കെ റീഡ് ഇൻ ഇംഗ്ലീഷ്, ഡൗൺലോഡ് ദ ബുക്സ് ഓഫ് മാക്സ് ലുക്കാഡോ. അതൊക്കെ എടുത്ത് നിങ്ങളൊന്ന് വായിക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും ക്രിസ്ത്യൻ ഫിലോസഫറും സഭ പാസ്റ്ററും ഒക്കെയാണ് മാക്സ് ലുക്കാഡോ. ഈ മാക്സ് ലുക്കാഡോ ആമേൻ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. Prayer room reminds me who is in charge. പ്രാർത്ഥനാ മുറിയിലോട്ട് കയറുമ്പം അപ്പം തരണേ, ആമേൻ, മറ്റു തരണേ എന്ന് പറയുന്നതിന് മുമ്പേ, കയറിയിരിക്കുന്നതിന് മുമ്പേ ഞാൻ എവിടെ കയറിയിരിക്കുന്ന ഒരു തിരിച്ചറിവുണ്ടാകും. പറയുന്നത് it reminds me who is in charge. എന്റെ വിഷയത്തിന് മേൽ അവസാനത്തെ വാക്ക് പറയാൻ അധികാരമുള്ളത് the absolute, the sovereign master, അധികാരമുള്ളത് എന്റെ സ്വർഗത്തിലെ അപ്പനാണെന്ന് രുചിച്ചറിഞ്ഞവരാണ് പ്രാർത്ഥനാ മുറി അവര് പവർഫുൾ ആക്കുന്നത്. ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആദ്യത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, our Father in heaven, our heavenly Father. കഥ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആദ്യം അപ്പം തരണേന്നൊന്നുമല്ല. സ്വതന്ത്ര നമ്മുടെ സഭയുടെ സിസ്റ്റം എനിക്ക് വളരെ സന്തോഷം തോന്നി. ചാടിക്കറി വരുന്നുണ്ടോ തന്നെ ഭാഷ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പിന്നെ ഒരു രണ്ട് പാട്ട് പാടി, രണ്ടുപേരെ അടുത്തോട്ട് നോക്കി, രണ്ടുപേരെ വലത്തോട്ട് നോക്കി, 3-4 പേര് വേറെ ചെയ്തിട്ടിരുന്നു. സ്വതന്ത്രം. പിന്നെ ചടങ്ങിന്റെ 2 പ്രാർത്ഥന, പിന്നെ അത് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് പ്രസംഗം നമ്മൾ വിട്ടുപോയി. അതാണോ ചെലവായി പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്? കയറി വരുമ്പോഴേ ഓർത്തോണം, ഹൂ ഈസ് ഇൻ ചാർജ്. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വത്രം. അതിനകത്ത് ശത്രു ഉണ്ടാക്കുന്ന, ഭാവിയിൽ ഉണ്ടാക്കുന്ന സകലത്തിന്റെ മേലും ഇടപെടുന്നത് അപ്പനും അമ്മയും നടത്തിയ പാസ്റ്ററുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. രാത്രി ധൈര്യത്തോടെ നമ്മുടെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കരമുയർത്തി സ്തോത്രം ചെയ്ത് ആത്മാവിൽ ഞാൻ പറയുന്നു, ആമേൻ, മക്കൾ നമുക്ക് നൽകിയ വലിയൊരു അവകാശമാണ്. പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നതുകൊണ്ടാണ് ആ ദൂതി ഞാൻ നിലയിൽ നിന്ന് കൈമാറുന്നത്. കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും, ഇവന്റെ സ്മോൾ ചൈൽഡ്, കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും തുടരുന്നത് അവന്റെ രോഗം. ഭയപ്പെടുത്തി സ്വത്രം പറയിപ്പിക്കുകയല്ല. ഈ കുഞ്ഞ് എന്തായി തീരുമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ പോരാടുന്ന ശക്തികളെ എന്റെ അവകാശത്തെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ആത്മമണ്ഡലത്തിൽ ചിലർ പോരാടിയതുകൊണ്ടാണ് ഇന്ന് തലമുറകൾ ജീവനോടിരിക്കുന്നത്. 40 വർഷം കൊണ്ട് വിതയ്ക്കും, കൊയ്യാറാകുമ്പോൾ മിദ്യാനിൽ വന്ന് കൊയ്ത്തു മുടിക്കും. 1-2 കൊല്ലം കൊണ്ട് ഒരു പൂരുഷായുസ് മൊത്തം വിതയും കൊയ്ത്തുമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. 25 കൊല്ലം ഗൾഫിൽ വന്നു, 30 കൊല്ലം ഗൾഫിൽ വന്നു, 10 കൊല്ലം ഇവിടെ വന്നു. ഇവിടെ വന്ന് നമ്മൾ പാർത്തു, വിതച്ചു. പക്ഷെ കൊയ്യുന്നതിന് മുമ്പേ അവൻ കൂടടക്കം ഒട്ടകങ്ങളുടെ പുറത്ത് കയറി മിദ്യാനിൽ വന്നു. നമുക്കറിയാം, അന്നത്തെ ഏറ്റവും വലിയ പവർഫുൾ സിസ്റ്റങ്ങളിലൊന്നായിരുന്നു ഒട്ടകത്തെ വരിക എന്നുള്ളത്. അസംഖ്യം എണ്ണ കഴിയാത്ത
ഒട്ടകപ്പാടയുമായിട്ടാണ് മിദ്യാനിൽ കടന്നു വന്ന് മുടിച്ചു കളഞ്ഞു. എന്നാൽ അതിന്റെ അകത്ത് എന്റെ അവകാശത്തിന് ഒരുത്തനും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മെതിക്കളത്തിൽ നിന്ന് മാറി അവൻ മുന്തിരി ചക്കിനരികെ നിന്ന് നമ്മുടെ അവകാശങ്ങളുടെ വിരുദ്ധരാത്രി പോരാടുന്ന ശക്തികളെ ഞാൻ സ്ലോ ആയിട്ടാണെങ്കിലും പറയാം. ആമേൻ. നാം മക്കളെങ്കിലോ നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്നു. ആ വാക്യത്തിന്റെ ആമേൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. ആമേൻ. My spirit, the Holy Spirit speaks to my spirit that I am a child of God. അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി വ്യത്യാസമാണ്. My spirit and God's spirit speak together. ഇവിടെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല. My spirit and God's spirit, they are going to speak together. പരിശുദ്ധാത്മാവ് ചിലതിനോട് പറയാൻ പോവാ, ഈ തലമുറയെ തൊടാൻ പാത്രമില്ല. അങ്ങനെയുള്ളതിന്റെ ശക്തിയേറിയ പോരുകളുടെ നിന്റെ രാത്രിയിൽ നമ്മൾ ആത്മാവിലും അതിന്റെ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയണം, സഹോദരി തിരിച്ചറിയണം. ഇന്ന് രാത്രി മക്കൾ കൈവിട്ട് പോകരുത്. മൈലുകൾക്കപ്പുറത്താണെങ്കിൽ ശത്രു പത്ത്, കാരണം പിശാച് ഏറ്റവും കൂടുതൽ നോക്കുന്ന തലമുറയ്ക്കല്ലേ. ഇത് പറയുമ്പോഴൊക്കെ പക്ഷെ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ഈ ശക്തിയോട് സ്വന്തം ചെയ്യുക. എടുക്കുന്ന ദുഷ്ടശക്തികൾ, വഴിയിൽ പരിഹരിക്കുന്ന ദുഷ്ടശക്തികൾ, പ്രാണനെ പോരാടുന്ന ശക്തികൾ, അതിലെ മുഴുവൻ ശക്തികളെ കഴിയുന്ന ശുശ്രൂഷകളിൽ നമ്മളെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് that's very powerful. Speaking in tongues. അന്യഭാഷകൾ സംസാരിക്കുന്നത് ഈ ദിവസങ്ങൾ നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ നമുക്ക് പോരാട്ടമുള്ളത്. പക്ഷെ നമ്മളെന്താ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നടത്തുകയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ വാർഫെയറും അഡ്വാൻസ്മെന്റ് ഓഫ് ദ കിങ്ഡം ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് സംസാരിക്കും. ആവശ്യമെങ്കിൽ ഓരോ ദിവസവും ദൈവാത്മാവ് തരട്ടെ. എനിക്കങ്ങനെ ധൃതി വെച്ച് 4 വാക്യം തീർത്ത് എക്സ്പോസിഷൻ കഴിഞ്ഞ രാത്രി കിടന്ന് ഉറങ്ങാനുള്ള ആഗ്രഹമല്ല. ഇത് രാത്രിയിൽ അമേൻ ഞാൻ ഉൾപ്പെടെ ആത്മാവിന് അമേൻ സംസാരിക്കാനുള്ളതുണ്ട്. സഭയ്ക്കുള്ള ദൂതനകത്ത് പറയുന്നത് ആത്മാവ് സഭകളോട് സംസാരിക്കണം. സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചൊക്കെ ഈ ദിവസം വെച്ചിരിക്കും. നമ്മുടെ അകത്തെ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഈ രാത്രി വരെയും അന്യഭാഷകൾ സംസാരിക്കാത്ത ആരെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് തലയെ കൈവച്ച് രക്തസ്തോത്രം പറഞ്ഞ് അന്യഭാഷ തരുന്ന ആളൊന്നുമല്ല. രക്തസ്തോത്രം പറഞ്ഞ് നാക്കു വഴയുമ്പോ പറയുന്ന സാധനമൊന്നുമല്ല. ദാഹമുണ്ടോ? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുവിലത്തെ നാളേശു നിന്നോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നാദികൾ ഉയരും. അതിനെ പിടിച്ച് കൊടുക്കാനൊന്നും ഞാനങ്ങോട്ട് അറിഞ്ഞില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ കൊതിയോടെ ഇവിടെ ഇരുന്നോണം.
വരെ നിങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് കൊതിക്കുന്നതിന്റെ മേളിൽ നല്ലതാണ്. പക്ഷേ ആത്മമണ്ഡലത്തിൽ അന്യഭാഷകൾ സംസാരിക്കാൻ ഈ ദിവസം കൊതിയോടെ ഇവിടെ വരണം. അവൻ ആർക്കെങ്കിലും അത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചോ. പുതിയ ഭാഷകളിൽ സംസാരിക്കണം. നിങ്ങൾ ആത്മാവിനെ ഗൗരവമായി കാണുന്ന ഒരു ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ മേളിൽ കിടന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ സെൻസേഷൻ ആക്കാൻ ശ്രമിക്കാതെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിന്ന് ചിലർ ക്യാച്ച് ചെയ്യുക. ഏതെങ്കിലും ഇമോഷണൽ സാധനം പറഞ്ഞ് ദൈവസഭയെ ഇല്ലാത്ത ഒരു മണ്ഡലത്തിലോട്ട് നയിക്കാനല്ല, ദൈവത്തിന്റെ ആത്മാവിന് വചനത്തിലൂടെ ഇന്ന് രാത്രി ഇടപെടാനുള്ളതിന് ഒരു വഴി ഒരുക്കി കൊടുത്താൽ ഇന്ന് രാത്രി കൊതിയോടെ ആധാരം തുറന്ന് ദാഹത്തോടെ പറ, കർത്താവേ ആത്മാവിനെ നിറയ്ക്കണേ എന്നൊന്ന് പറ. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന് സംസാരിക്കുക. സ്വന്തം ഞാനൊരു അവകാശിയാണ്. മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ്. തോടാൻ അനുവദിക്കണം. എന്താ പരിശുദ്ധാത്മാവ് ഇത് ആവർത്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ തലമുറകളുടെ മേൽ നിരന്തരം പോരാടി അതിന്റെ വളർച്ചയ്ക്കെതിരെ, ആത്മീയ നന്മയ്ക്കെതിരെ പിശാച് ഉണ്ടാക്കി വെക്കുന്ന തന്ത്രങ്ങളുടെ മേൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ അവരുടെ വിവാഹങ്ങൾ സമയത്ത് നടക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അറിയുന്ന കുഞ്ഞുങ്ങളെ വിവാഹം താമസിച്ചിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിക്കോ വേദനിക്കോ ഒന്നുമല്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ മക്കൾക്ക് തക്ക സമയം വിവാഹം നടക്കണം. അങ്ങനല്ലയോ നമ്മള് കല്യാണം കഴിച്ച് ഇതുങ്ങളെയൊക്കെ പോറ്റി വളർത്തിയ ശ്രോത്രം. അവർക്ക് മക്കളുണ്ടാവണം. അവരുടെ തലമുറകളെ നമ്മളെ കൈകൊണ്ടെടുക്കണം. രാത്രി അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ ഭാരപ്പെട്ടിടത്തുനിന്ന് തിരിച്ചു പിടിക്കാൻ കൃപ കിട്ടിയിട്ടൊക്കെ പറയുന്നത്. രാത്രി നമ്മുടെ മക്കളുടെ മക്കളെ എന്ന് പറഞ്ഞേ, ഞങ്ങളുടെ മക്കളുടെ മക്കളെയും നീ കാണും. ഇതെന്റെ വാക്കല്ല, ഇത് തിരുവഴുത്തിന്റെ വാക്കാണ്. അവരുടെ മക്കളുടെ മക്കളെയും നീ കാണും. അവരുടെ ഭാവനകളെയും നമ്മൾ കാണണം. അവകാശങ്ങളെ രാത്രി എന്നിവയൊക്കെ നമുക്ക് അങ്ങനെ ശത്രു തുടരുത്. നമുക്ക് നമ്മുടെ വീട്ടിൽ കർത്താവ് തരുന്ന ഏത് കുഞ്ഞിനെയും ഓർത്ത് സ്വന്തം അതേപറ്റി പറയാമെന്ന് ചിന്തിക്കല്ലേ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങള് ബോണായിട്ട് തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഭാരങ്ങൾ അല്ലാതൊക്കെ കിട്ടിയവരൊക്കെ ഒന്നും കൂടുതൽ അഹങ്കരിക്കരുത്. ഗുണമില്ലാത്തതിനെയൊക്കെ തന്നെങ്കില് ആ കാലെ കണ്ണുനീര് വീഴണം. ആട്ടിനകത്ത് ഹോളില്ലാത്ത ശ്രോത്രം അമ്മേ എത്രയിടത്താ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ വരുന്നത്. പക്ഷെ കുഞ്ഞിന് 12 വയസ്സായി, ഇതുവരെ വർത്താനം പറഞ്ഞിട്ടില്ല. ഞാനൊരു ഗ്രാൻഡ് ഫാദറാണ്. പക്ഷേ 12 വയസ്സായി, അമ്മയുടെ എള്ളിയിരിക്കുക. നോക്കുമ്പം അരയ്ക്ക് താഴെ ആ കാലൊരെണ്ണം ഇടത്തോട്ടും വേറെണ്ണം വലത്തോട്ടും. ഞാൻ തിരിച്ചു വന്നു കരഞ്ഞിട്ടു. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റുമോ സരിപ്പാഷ? പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളി പറയുന്നു എല്ലാം നടക്കുമെന്ന് ഉള്ളി പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ തിരിച്ച് തീവണ്ടിക്ക് വീട്ടിൽ പോകുന്ന സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞു വിടും. കർത്താവേ
എന്റെ അഭിഷേകം എവിടെ പോയി? ഇതിനകത്ത് കുഞ്ഞ് നടക്കണ്ടായിരുന്നു, ആ കുഞ്ഞ് പോകണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വളർത്താൻ ചിലതിനെങ്കിൽ തരും. അതിന് ചില ഊനമൊക്കെ ഉണ്ടാകും. നമ്മളതിനെ വളർത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളെ തന്നത്. ദൈവം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ തന്നത്. ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു അതിന് നമ്മുടെ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ വളർച്ച, അതിന്റെ ബന്ധനം അഴിയണം, അതിന്റെ കെട്ടുകൾ അഴിയണം. 12-ാം വയസ്സിൽ മരിക്കേണ്ടവളല്ല യായിറോസിന്റെ മകൾ. 25-ാം വയസ്സിൽ മരിക്കേണ്ടവനല്ല മയിലിലെ കുഞ്ഞ്. എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള വരുന്നത്. ഭയങ്കര ഒത്തിരി പൈസ ഉണ്ടാകുന്നതിനെ പറ്റിയൊന്നും പറയുന്നത്. പക്ഷെ ഒരുത്തിന്റെ മുമ്പിൽ തല കുനിക്കാതെ നമ്മൾ നിൽക്കണം, നമ്മുടെ കൊച്ചു നിൽക്കണം. ഇത് പറയുന്ന ഭാഷയിലേക്ക് വളർന്ന ഭാഷയുടെ മോനാ. അല്ലാതെ ബഹ്റിനിലെ അപ്പനും അമ്മയും ഉണ്ടായിരുന്ന ആളല്ല ഇത് പറയുന്നേ. പിടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത്. ഓരോരുത്തന്റെ മുമ്പിൽ തല കുനിയാൻ അനുവദിക്കാതെ ദൈവം വിശ്വസ്തന. സാക്ഷ്യം പറയുന്നത് ക്ഷമിക്കണേ. അത് പറഞ്ഞത് ഞാൻ ഇമോഷൻ ഉണ്ടാക്കാറില്ല. അപ്പനും അധ്യാപകരാണ്, രണ്ടുപേരും ജോലിയുള്ളവരാണ്. ഒരുപക്ഷെ നോക്കാതറിയാം. കാരണം എന്റെ പിതാവിന്റെ സ്നേഹിതരായിരുന്നു അവർക്ക്. എന്റെ അപ്പനും അമ്മയും അധ്യാപകരായിരുന്നു. രണ്ടുപേരും ജോലി രാജിവെച്ച് കഥാവിന്റെ വേലയ്ക്കിറങ്ങി. രണ്ടുപേരും ജോലി രാജിവെച്ച് കഥാവിന്റെ വേലയ്ക്കിറങ്ങി. ഇന്നങ്ങനെ ഇറങ്ങാനൊന്നും വലിയ പാടില്ല. ഇച്ചിരി മുമ്പേ കുറുമ്പകര സഭയിൽ ഇപ്പോഴത്തെ പാസ്റ്റർക്ക് എന്തോ വരുമാനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത്രയും ഉണ്ടെങ്കിൽ ഞാനൊക്കെ എത്ര നേരത്തെ ഇറങ്ങിയത്. അങ്ങനൊന്നുമില്ലാത്തതാണ്. വിശ്വാസികൾ വളരെ പൂറാണ്. വിശ്വാസികളെക്കാൾ സാധാരണക്കാരാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ അതിനപ്പുറത്തോട്ട് ധരിക്കരുത്. 15 വയസ്സ് വരെ ഒരാസ്പെക്ടോസ്, സ്കൂളിന്റെ ഇപ്പുറത്തുള്ള ഒരു ആസ്പെക്ടോസ് റൂമിനകത്ത് 15 വയസ്സ് വരെ അപ്പനും അമ്മയും ഞാനും ഒരുമിച്ച് പാർത്ത ഫെയ്ത്തോമിന്ന് ഞാൻ പറയും. എൻ്റെ അമ്മ കൊള്ളാവുന്ന വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച ആളാണ്. എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. ജോലി രാജിവെച്ച എൻ്റെ അമ്മയുടെ സിസ്റ്റർ അമ്മയെ പോലാണ് ചെന്ന് പറഞ്ഞപ്പോൾ കഥ അടച്ചു വീടിന്റെ മുമ്പിൽ. ഇതൊരു 64 വർഷം ചരിത്രമാണ്. കഥ അടച്ചിട്ട് അമ്മയുടെ സിസ്റ്റർ പറഞ്ഞു, എന്തെങ്കിലും നിന്റെ മോനെയും കയ്യെ പിടിച്ചോട്ടിവിടെ 1 രൂപയ്ക്ക് വരും. അന്ന് ഞാനിത് തുറക്കാറുണ്ട്. ഇന്ന് സ്വന്തം 6 പതിറ്റാണ്ട് കഴിഞ്ഞു. ഷാരൂൺ ചർച്ചിലെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ സാക്ഷിയാക്കിയാൽ പറയാം. ഭൗതികം പറയുവാന്ന് ചിന്തിക്കരുത്. സ്വന്തം അവർക്ക് വീടുള്ളതിനേക്കാൾ നല്ല വീട്ടിലാണ് ഞാൻ പാർക്കും. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെക്കാൾ ഒട്ടും മോശമല്ലാത്ത വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ മക്കൾ ഏത് രാജ്യത്ത് പോയോ അതിനേക്കാൾ ജയോത്സവമായിട്ടാണ് നടത്തിയത്. ഇന്ന് രാത്രി നമുക്കെതിരെയുള്ള വാക്കുകളെ ഞാൻ ശാസിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നമുക്കെതിരെ ചില വാക്കുകൾ വന്ന ശാപങ്ങളെ, അതിന്റെ ശാപങ്ങളെ, കഴിവുകളെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ സഭ ഒരുമിച്ച് കുടുംബങ്ങളുടെ മേൽ വാഴുന്ന, തലമുറകളുടെ മേൽ വാഴുന്ന ശാപങ്ങളെ ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും യുവാസ പ്രവർത്തനങ്ങൾ മിഡ് ടൈമിലേക്ക് നമ്മൾ വരിക. ഒരു നേരം ഉപേക്ഷിക്കുന്നവരുണ്ട്. വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവരെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഞാനങ്ങനെ കാര്യമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. സ്വത്രം. എന്നാൽ ഒരു നേരം ഉപേക്ഷിക്കുന്നവരുണ്ട്, 2 നേരം ഉപേക്ഷിക്കുന്നവരുണ്ട്.
വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നവരും അത്യാവശ്യം ഫുഡ് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപവാസത്തിലിരിക്കുന്ന ദൈവജനങ്ങളാണ് ഈ മുറിക്കകത്തിരിക്കുന്നത്. ഇതിനകത്ത് കയറുമ്പോ ഓർത്തോണം, ആമേൻ, ഇന്ന് രാത്രി ഓർത്തോണം, അവസാന വാക്ക് പറയാൻ അധികാരമുള്ളത് നമുക്കെതിരെ. ചില മനുഷ്യരൊക്കെ ചുമ്മാ നമ്മളെ അങ്ങ് പ്രാകും. ഒരു പണിയില്ല, എന്നാലും നമ്മളെന്തോ ചെയ്യും? രാഗം. നിങ്ങൾക്ക് എത്ര പ്രാക്ക് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നറിയാം. അത് കൂടുതൽ ഈ സഭയ്ക്കകത്തുള്ള കേട്ടു. പുറത്തുനിന്നുള്ളതിനൊക്കെ അന്നേരം കിട്ടും. ഭാഷ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അന്നേരം പിന്നെ പിള്ളേർക്കിട്ടാ കൊടുക്കുന്നേ. ഓനൊന്ന് വരുന്ന കണ്ടിട്ട് പോകുന്ന കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു വന്നേയൊക്കെ. ഇതിനകത്ത് ഇങ്ങനെ പിശാചി പറഞ്ഞ, പിശാചിന്റെ ഏജന്റ് പറഞ്ഞ, പിശാചി ചിലരെ കൊണ്ട് പറയിപ്പിച്ച ആ മനുഷ്യന്റെ ശാപങ്ങളുടെ കെട്ടുകള് എത്രയാണ് വലിപ്പം പോയിട്ടു അവിടെ കെട്ടുവരുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ഇന്ന് രാത്രി ആത്മാവിനെ സ്വീകരിച്ച് ഇന്ന് രാത്രി the absolute power belongs to our heavenly Father. യേശുവിന്റെ നാമത്തിൽ, അപ്പന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അകാലമായി ശത്രു പദ്ധതികളുള്ള കാലത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടോടെ പറയുകയാണ്. കാലത്തിന് മുമ്പേ കൈവടക്കാൻ ശ്രമിക്കുന്ന ജനത്തെ രാത്രി ഓർത്തോണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ പവർ വല്ല അറിയാം. വീട്ടിൽ ചെന്ന് ദാനിയേൽ പ്രവചനം 4 വായിക്കണം. സ്വർഗത്തിലെ ദൈവം ആരാന്ന് പറഞ്ഞത് ദാനിയേലല്ല, അന്നത്തെ ഏറ്റവും വലിയ ചക്രവർത്തി നെബൂഖദ്നേസർ. ഇച്ചിരി ഒന്ന് മേളോട്ട് കയറിയപ്പോ ആങ്കാരി പറഞ്ഞു ഇതല്ല എന്റെ കയ്യന്റെ ആണ്. തമ്പുരാൻ പറഞ്ഞു എന്നാ പിന്നെ നിന്റെ കൈ ചലിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. 7 കൊല്ലം. സൂത്രം ഇവിടെ പറയണ്ടായെങ്കിലും യൂട്യൂബിലൊക്കെ ആരെങ്കിലും കേട്ട് അവര് മാനസാന്തരപ്പെടും. Pride goes before a fall. എത്ര ഉയർത്തിയാൽ, എത്ര മുകളോട്ട് കയറിയാൽ, എത്ര ക്രൂശിൽ പ്രസംഗിച്ചാൽ, എത്ര പ്രോഫസി കൃത്യമായി ശരിയായ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന അന്ന് വരെയില്ലാത്ത ഒരന്തരീക്ഷ സഭയിലുണ്ടായി. ഇന്നത്തെ വർഷിപ്പ് അനുഗ്രഹമാണെന്ന് വർഷിപ്പ് ലീഡറോട് ചർച്ച പറയുമ്പോൾ തിരിച്ച് മുറിക്കകത്ത് ചെന്നിരുന്ന കൃപ തന്ന കർത്താവിന് ഇങ്ങോട്ട് മടങ്ങി നന്ദി പറയാം. സ്വപ്നം കാണാതെ ഡിഗ്രി കുഞ്ഞിനെ കൊടുക്കുക. സ്വപ്നം കാണാത്ത ഉയരങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ മമ്മി പോയി മുഴങ്കാലും മടക്കി ഒരു നന്ദി പറഞ്ഞു. ഇതെല്ലാം നീ തന്നതാ. അങ്ങനെയുള്ള കണ്ണുനീരോട് പറഞ്ഞ് കർത്താവിന്റെ ഉയർച്ചയുണ്ടാകും. താഴ്മയുള്ളവന് അവന് അധികം കൃപ കൊടുക്കുന്നു. സഭായ വ്യക്തി വന്നു. സ്വത്രം ഒരു 2 മിനിറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് സമയം കിട്ടിയാൽ നിന്നൊന്ന് എല്ലാരോടും ഒന്ന് ചിരിച്ചു പോകുന്നത് എന്റെ ആ പൊസിഷൻ ഇച്ചിരി മോശമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ല. ഈ സിസ്റ്റത്തിൽ കൂടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞോണോ? ഒന്നുമില്ല. You are nothing. Hallelujah. പാസ്റ്റർ പ്രസംഗിക്കും ബാബിലോൺ ചക്രവർത്തി നെബൂഖദ്നേസർ ആരാണ്? ആമേൻ. മിസ്രയീമിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയ പെണ്ണുങ്ങൾ ഫോറസ്റ്റിനകത്തുനിന്നാണ് വന്നത്. അവിടെ ഫോറസ്റ്റിനകത്തുനിന്ന് വന്നുകൊണ്ട് ആമേൻ ബാബിലോണിൽ ഫോറസ്റ്റ് ഇല്ലായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഹാങ്ങിങ് ഗാർഡൻസ് ഉണ്ടാക്കിയാണ്. അന്നത്തെ ഇന്ന് വരെ ഇല്ലാത്ത ഏറ്റവും വലിയ പാലസ് ഉണ്ടാക്കിയ ആമേൻ. ദാനിയേലൊക്കെ ദർശനം ആമേൻ നെബൂഖദ്നേസർ തന്നെ കാണുന്നത് തങ്കം കൊണ്ടുള്ള തല. അത്രയ്ക്ക്
ഒക്കെ അവൻ ഉയർന്നവനായി. പക്ഷെ അറിയാതെ പറഞ്ഞു പോയി, ഇതെല്ലാം എന്റെ 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 അവകാശം പറയല്ലേ. Don't claim anything. Don't claim. തന്നതല്ലാതെ ഒന്നുമില്ല, തന്നതല്ലാതെ ഒന്നുമില്ല. ദൈവം സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒടുവിൽ 7 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം പിടിച്ച്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി. അതുവരെ തന്നെ നോക്കിയവൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ നെബൂഖദ്നേസറല്ല, സകലത്തിന്റെ മേലും അധികാരമുള്ളവർ സ്വർഗത്തിലെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ബാബിലോണിയ ദേവന്മാരെ അവിടെ ഇരിക്കുമ്പോ അവൻ ദാനിയേലിന്റെ ദൈവത്തെ വിളിച്ചത് ഗോഡ് ഓഫ് ഹെവൻ. കാട്ടിൽ നിന്ന് കയറി ജയമെടുത്ത് രാജാവായ മനുഷ്യൻ, സങ്കീർത്തനങ്ങളുടെ സൗധമായ Psalms of the Psalm 103-ാം സങ്കീർത്തനത്തിൽ താൻ എഴുതി വെച്ചു, എന്റെ ദൈവമോ സ്വർഗത്തിൽ വസിക്കുന്നു, അവിടുത്തെ രാജത്വം സകല രാജ്യങ്ങളുടെ മേൽ വാഴുന്നു. കേരളത്തോട് മുറിക്കാത്തോട് ഹൃദയത്തിനകത്തോട് കയറ്. നമ്മുടെ രോഗങ്ങളുടെ മേൽ വാഴുന്നത് ഇന്ന് രാത്രിയിൽ പറയണം, എന്റെ അപ്പനാ വാഴുന്നത്. എന്റെ അപ്പൻ വാഴുന്നത് കൊണ്ട് എനിക്ക് ആകുലമില്ല. താൻ വാഴുകയാ, എനിക്ക് ആകുലമില്ലെന്ന് ഇന്ന് രാത്രി ഒന്ന് ഉറപ്പ് പറഞ്ഞവർക്കായി ദൈവത്തിന് മഹത്വം. Because he lives, I can face tomorrow. കൊച്ചിയാകിടക്കുക, ഉള്ളത്തിനകത്ത് കൊച്ചു വരാതെ ചാകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ ശ്രോത്രം 24-25 വയസ്സുള്ള ആദ്യത്തെ കൊച്ചു പുറത്തു വരുന്നതിന് അവൻ തടസ്സങ്ങൾ നേരിട്ട് 2 പേരും ചാകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ സർജറി റൂമിന്റെ ഇപ്പുറത്ത്, ഗൈനക്കോളജി ആ റൂമിന്റെ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എഴുതിയ പാട്ട, because he lives I can face tomorrow. ഇന്ന് രാത്രി നിന്നോട് പാടുന്ന എന്റെ കർത്താവ് വാഴുന്നു. Prayer room reminds me who is in charge. ഇന്ന് രാത്രി നമ്മുടെ മേൽ വാഴുന്ന, ചിലതിനെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മേലുണ്ടാകണം. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, യാക്കോബ് കുഴപ്പക്കാരന്, പക്ഷെ പോയി കിടന്നിടത്തുനിന്ന് ഒരു ദർശനം കണ്ടല്ലോ, സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥന കൂടി കേറുമ്പോൾ സ്വർഗവുമായിട്ട് നേരിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ. ഇതിനകത്ത് ആ കാഴ്ചപ്പാടത്തെ പേർക്കുണ്ട്. മുകളിൽ നിന്നോട് പറയുകയാണ്, നീ തെക്കോട്ട് നോക്ക, നീ വടക്കോട്ട് നോക്ക്, നീ കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാൻ പോവാ. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാൻ പോവാ. ഇത് നിന്റെ സന്തതിക്ക് തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ അവൻ ഇല്ലാവാനത്ര കരുത്തുണ്ടല്ല. അവന്റെ നന്മകളെ പിടിച്ചെടുക്കാൻ ഗിലെയാദ് പർവ്വതത്തിന്റെ മറ്റേ ചരിവിൽ കിടക്കുമ്പോ ഇപ്പോഴത്തെ ചരിവിൽ ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, ഈ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വന്ന വഴിക്ക് മടങ്ങിപ്പോ. പിറ്റേ ദിവസം നേരം എടുത്തപ്പോ, രാത്രി യുദ്ധത്തിന് നിന്നില്ല, പിറ്റേ ദിവസം നേരം എടുത്തപ്പോ യാക്കോബിന് പറഞ്ഞു, നിനക്ക് ദോഷം ചെയ്യാൻ എനിക്ക് ശക്തി ഉണ്ട്. ഇന്ന് രാത്രി ചില ശത്രുക്കൾക്ക് നമ്മുടെ മേൽ ജയമെടുക്കാൻ ശക്തിയുണ്ട്. പക്ഷെ നിന്റെ അപ്പന്റെ ദൈവം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യാതെ വന്ന വഴിക്ക് മടങ്ങി പോകുന്നത്. ആരാണ് വിക്ടർ എന്ന് പറയുന്നത്, ജയാളി എന്ന് പറയുന്നത്? ഇസ്രായേലിന്റെ ദൈവം. മയങ്ങാതെ ഉറങ്ങാതെ ഇതിനെ പരിപാലിക്കുന്നവനാണ്, ഇറങ്ങി വരാൻ ശക്തനായുണ്ട്. രാത്രി ദോഷം ചെയ്യാൻ കരുത്തുള്ള ചിലതിന്റെ പേര് സഭ ജയമെടുക്കാൻ പോകും. എന്റെ ദൈവ സ്വർഗത്തിൽ വസിക്കുന്നു. കരമുയർത്തി ഒരാളെ
മുമ്പിൽ ഇന്ന് രാത്രിയാണ് നമ്മുടെ ഭാഗത്ത് എടുക്കാൻ പോകും. ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പൗലോസ് അവിടെ എഴുതിയേക്കുന്നത് പിതാവിന്റെ മുമ്പിലാണ്. അങ്ങനെ അല്ലല്ലോ പറയട്ടെ. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം കണ്ടോ, അവന് ചിറകുണ്ട്, കൊമ്പുണ്ട്, കുത്തുണ്ട്, ഇതൊന്നുമല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ മുട്ടുകുത്തുന്നത് ആ ഗ്ലോറിയസ് ഗോഡ്, ഹി നോസ് ഇറ്റ്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അവൻ ഏത് നിലയിലും ഏതവസ്ഥയിലും എന്നെ സ്വീകരിക്കുന്ന ഒരാൾ പേര് ഞാൻ പറയാം. ഭർത്താവ് നല്ലേ അല്ല, പിന്നെ അങ്ങോട്ട് ചെല്ല ഇറങ്ങി അന്നേരം വിടും. സ്വന്തം ഏതവസ്ഥയിലും സ്വീകരിക്കുന്ന ഒരാൾ അമ്മാച്ചനുമല്ല, ഉപ്പാപ്പനുമല്ല, ഏതവസ്ഥയിലും സ്വീകരിക്കുന്ന ഒറ്റയാളുണ്ടാക്കി. നോക്കൊരു ചെറുക്കം വരുന്നത് വീട്ടിൽ നിന്ന് പോയപ്പോ ഡിസൈനർ സൂട്ടായി, ഇളയർക്കൻ, പ്രോഡിഗൽ, റിയൽ സ്റ്റോറി കർത്താവ് പറഞ്ഞു. പോയി മൊത്തം മുടിച്ചത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒടുവിൽ അവന്റെ തകർച്ചയുടെ ആഴങ്ങളിൽ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ, എഴുന്നേറ്റ് നടന്നു വന്നപ്പോൾ, എത്രയോ വ്യാഖ്യാനങ്ങൾ 1000 വട്ടം കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മ ഞാൻ പറയാ, ഈ നല്ല ഓർത്തഡോക്സ് യഹൂദനൊന്നും, ഇത്രയും സമ്പന്നനായ യഹൂദനൊന്നും റോഡിൽ കൂടെ ചുമ്മാ കിടന്ന് ഓടത്തില്ല. നമ്മളൊക്കെ ചുമ്മാ റോഡിൽ കൂടെ കിടന്ന് ഓടുന്ന പോലൊന്നും ഈ അപ്പനെ ഓടത്തില്ല. ഈ അപ്പനവൻ ദൂരെ നിന്ന് വരുന്ന കണ്ടെന്ന് പറയാൻ എന്റെ അർത്ഥം എന്തുവാ? ഉറങ്ങിയിട്ട് നാളുകളായി. നിങ്ങൾ ആര് വരുന്നതിനേക്കാളും എന്റെ മകൻ വന്നാൽ എനിക്കറിയാം. കാരണം എന്റെ എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ അവന്റെ അടുത്തുണ്ട്. ഒന്ന് ഈ മുഖം അവന്റെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ നടപ്പിച്ചെല്ല് പറയത്തില്ലേ, ജിൻസിയുടെ കൂട്ടാമോ നടക്കുന്നെന്ന്. സ്വതന്ത്രം ചെല്ല് പറയുന്നത് കേട്ടില്ലേ, സ്വതന്ത്രം നബിച്ചാന്റെ കൂട്ടാണ് ഇന്നതെന്ന്. എവിടെയെങ്കിലും വലിയൊരു റിഫ്ലക്ഷൻ. വന്നപ്പോഴേ മോശം ഉടുപ്പാണെങ്കിലും എല്ലാം ആണെങ്കിലും ഒരൊറ്റ ഓട്ടോ ഓടിച്ചെന്നപ്പം പറയാൻ തുടങ്ങിയ കുറെ വാചകങ്ങൾ എഴുതിക്കൊണ്ടാ വന്നേ. വയനാട്ട് ചെയ്തോണ്ടായി ഈ 12 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു വാക്ക് പറയാൻ സമ്മതിച്ചില്ല. വിളിച്ചു പറഞ്ഞു, ഉടുപ്പ് മാറ്റേ, പണ്ട് തയ്ച്ച ഡിസൈനർ അവിടെ ഇരിപ്പുണ്ട്, അല്ലെ ആ വർഷം തയ്ച്ച് ബർത്ത്ഡേക്ക് തയ്ച്ചു വെച്ചേക്കുക, എഴുതട്ടെ. സ്വതന്ത്രം അടിമയാണ് എന്ന് പറഞ്ഞാൽ വന്ന ദാസന്മാരിൽ ഒരുത്തനെ പോലെ കരുതണം. അടിമ ചെരുപ്പിടത്തില്ല, പക്ഷെ എന്റെ മോന് ചെരുപ്പ് കൊടുക്കും. സ്വതന്ത്രം അടിമയ്ക്ക് ഒപ്പിടാൻ അവകാശമില്ല, പക്ഷെ എന്റെ പേരെഴുതിയ ഒരു സൈനറ്റ് റിംഗ് ഉണ്ട്, അത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എല്ലാം മനസ്സിലായോ? ഇന്ന് രാത്രി അപ്പം മേളിലുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യുന്ന അപ്പനുണ്ടെങ്കിൽ, നമ്മുടെ സ്വർഗത്തിൽ കെട്ടുന്നതും ഭൂമിയിൽ കെട്ടുന്നതും അഴിക്കുന്നതും ഒക്കെ ഒരു സൈലന്റ് റിംഗ് ആയിട്ട് ഇതിനകത്ത് പരിശുദ്ധമാക്കാൻ മുദ്രമോദരം വിട്ടു കൊടുത്തു. കാരണം അപ്പന്റെ സൈനിടാൻ നിനക്ക് ഇത് നാളെ തൊട്ട്. അതാണ് സൈലന്റ് റിംഗ് എന്ന് പറയുന്നത്. അത് സെരുബാബേലിനുണ്ടായിരുന്നു. സൈലന്റ് റിംഗ്, മുദ്രമോദരം ഉണ്ടായിരുന്നു, എടുത്തു കൊടുത്തു. ഇതാണ് ഡാഡി. Anytime he accepts us. ഏത് സമയത്ത് ഇന്ന് രാത്രി തുറന്നൊന്ന് 2 മിനിറ്റ് പറയാൻ പോവാം. അച്ഛാ, ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താം. ഈ പനി വിളിപ്പോട്ടുള്ള നടക്കാനല്ല അപ്പൻ എന്നെ ഇവിടെ അയച്ചതാണ്. ഈ മോശപ്പെട്ട സാഹചര്യത്തിലല്ല, വല്ലവന്റെ മുമ്പിൽ കൂലിക്കാരനായിട്ട് നിൽക്കാനല്ല. അതൊക്കെ ഒന്ന് ഉള്ളത്തിലോട്ട് കയറിയവര് ഒരാമേൻ പറഞ്ഞ ദൈവത്തിന് മകത കൊടുത്ത് ഇന്ന് രാത്രി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ ഇന്ന് രാത്രി ഒന്ന് മുട്ടുകുത്താൻ പോവാ. നമ്മൾ നേരെ എങ്ങോട്ടേലും പറയാൻ പോവാ. ഇന്ന് രാത്രി ഒരു ഫിഫ്റ്റി ഒരു കീറിയ ഉടുപ്പ എന്റെ ശരീരത്തിന് മേലുള്ളത്. പക്ഷെ എനിക്ക് തന്ന ഡിസൈനർ ഒരു ഉടുപ്പ് അതിന്ന് രാത്രി എനിക്ക് മടക്കി തരണം. എന്റെ കാലിലെ ചെരുപ്പ് അത് അടിമയുടെ ചെരുപ്പല്ല. ഇന്ന് രാത്രി മകന്റെ ഒരു ചെരുപ്പ്. ആ മുമ്പിൽ ഞാൻ മുട്ടുകുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആ സ്വർഗത്തിലെ നാഥന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ 2 മിനിറ്റ് ഒന്ന് ആത്മാവിലായിരിക്കും. റോമാലേഖനത്തിൽ ഗോൾഡൻ ചാപ്റ്റർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ ചാപ്റ്റർ എല്ലാം ഗോൾഡൻ ആണ്. ഗോൾഡൻ
ഗോൾഡസ്റ്റ് ഗോൾഡ് എന്ന് വിളിക്കാവുന്ന ചാപ്റ്ററാണ് റോമൻ. ഓരോ വാക്യം മക്കളോട് പറയുന്നത് കാണാൻ പഠിക്കണം. റോമൻ 8 പഠിക്കണം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. It's not a spirit of slavery. ഇതിനകത്ത് അങ്ങനെ ഇരിക്കുന്ന വലിയൊരു എന്റെ ഭാഷയിൽ ചുമ്മാതെ ഇങ്ങനെ വാചകം പറയാതെ അല്ല. That's a spirit of slavery. നിന്നെ ഒതുക്കുമെന്ന്, ചവിട്ടി ഒതുക്കുമെന്ന് ശത്രു പറഞ്ഞതിനെ കേട്ട് ആമേൻ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിൽ that is the spirit of bondage. ആ സ്പിരിറ്റ് ഓഫ് സ്ലേവറിയെ ഇന്ന് രാത്രി മാറ്റിയിട്ട് ആവാ പിതാവേ എന്ന് വിളിക്കുന്നതായ the spirit of adoption, the spirit of children, the spirit of sonship. ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ള ദൈവമക്കള് 2 മിനിറ്റ് ആത്മാവ് ഒന്ന് ചെയ്തെടുക്കാൻ പോകും. എല്ലാ കണ്ണുകളും അടച്ച് നമ്മളെ കരമടിച്ച് ആരാധിക്കുന്ന പാട്ടുകളൊക്കെ the spirit of sonship. ഏത് സമയത്ത്, ഏത് അവസ്ഥയിൽ, ഏത് ലോകത്തിൽ, ഏത് പകർച്ചയിൽ ഒരുപക്ഷെ കുഞ്ഞെ നിന്റെ കുറ്റമുണ്ടാകാം, നിന്റെ കുടുംബത്തിന് കുറ്റമുണ്ടാകാം, നീ തകർന്നവനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നിന്നെ പണിയുന്ന നിന്റെ വീട്ടിലകത്താണ് ശത്രു തകർക്കാൻ ശ്രമിച്ചതിന്റെ പേർ എല്ലാവരും ആത്മാവിലും ആരാധിച്ച് spirit of adoption. നീ